DGP റവാഡ ചന്ദ്രശേഖരനെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പഴയ പ്രസംഗം പുറത്ത്. കൂത്തുപറമ്പിലേത് വെടിവെപ്പ് പരിശീലനമാണെന്ന് റവാഡ പറഞ്ഞുവെന്ന് പിണറായി വിജയന്റെ പ്രസംഗത്തിലുണ്ട്. കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം 1995 നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിലാണ് വിമർശനം. റവാഡക്കെതിരെ കൊലക്കേസെടുക്കണമെന്നായിരുന്നു അന്ന് പിണറായി വിജയൻ സഭയിൽ ആവശ്യപ്പെട്ടത്. സെയ്ഫ് സൈനുലാബ്ദീൻ വിശദാംശം നൽകും. സെയ്ഫ്, പിണറായിയുടെ തന്നെ പഴയ പ്രസംഗം അദ്ദേഹത്തിന് ഇപ്പോൾ തിരിഞ്ഞു കുത്തുന്ന ഒരു സാഹചര്യം. 95 അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ റവാഡക്കെതിരെ എന്തെല്ലാം വിമർശനങ്ങൾ, എന്തെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്? കൂത്തുപറമ്പ് വെടിവെപ്പ് എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് വളരെ വൈകാരികമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് 5 രക്തസാക്ഷികൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. CPM നേതാക്കൾ MP രാഘവനുമായി ബന്ധപ്പെട്ടടക്കം ഉണ്ടായിരിക്കുന്ന ആ തർക്കങ്ങളിൽ ഉണ്ടായ ആ വിഷയം, അത് CPM എല്ലാ കാലത്തും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വൈകാരിക വിഷയമാണ്. അത് അടിയന്തര പ്രമേയമായിട്ട് 94 ഈ സംഭവം ഉണ്ടാകുന്നു. പിണറായി വിജയൻ അത് അടിയന്തര പ്രമേയമായിട്ട് നിയമസഭയിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നിയമസഭാ രേഖയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അന്ന് ആ രേഖയിൽ പറയുന്നത്, നിയമസഭാ രേഖ, അടിയന്തര പ്രമേയത്തിൻ്റെ ആ രേഖയിൽ പറയുന്ന പിണറായി വിജയൻ്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞങ്ങൾ കരിങ്കൊടി കാണിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകും, വെടിവെക്കരുത് എന്ന് അന്ന് DYFIയുടെ ചുമതല ഉണ്ടായിരുന്ന ജയരാജൻ, MP ജയരാജനാണ് അദ്ദേഹം, MP ജയരാജൻ അത് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇതൊരു പരിശീലനമാണ് എന്ന് അന്ന് ASPയുടെ ചുമതല ഉണ്ടായിരുന്ന, അദ്ദേഹം വന്നിട്ട് 2 ദിവസമാകുന്നേ ഉള്ളൂ, അന്ന് ASPയുടെ ചുമതല ഉണ്ടായിരുന്ന റവാഡ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട് എന്ന് പിണറായി വിജയൻ നിയമസഭയിൽ തന്നെ പ്രസംഗിക്കുന്നുണ്ട്. ആ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അപ്പോൾ അന്ന് ഇതിന് വെടിവെപ്പിന് നിർദ്ദേശം നൽകിയത് അദ്ദേഹമാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് DGP-ആയി നിയമിച്ച, സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ച, DGP അല്ല, സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ച സമയത്ത് തന്നെ ഈ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിന് നേതൃത്വം നൽകിയ ആളാണ്, വെടിവെപ്പിന് നിർദ്ദേശം നൽകിയ ആളാണ്, സസ്പെൻഷനിലായ ആ വ്യക്തിയാണ് അദ്ദേഹം എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അന്ന് മുഖ്യമന്ത്രി ഈ DGP-യെ തിരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കുന്ന യോഗത്തിൽ പറഞ്ഞത് കുറച്ച് പേരുകൾ UPSC നൽകിയിട്ടുണ്ട്. ആ പേരുകളിൽ ഏറ്റവും ഭേദപ്പെട്ടയാൾ റവാഡ ചന്ദ്രശേഖറാണ്, അദ്ദേഹത്തെയാണ് സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കുക എന്നുള്ള വാചകമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ചത്. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പഴയ പ്രസംഗം സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയ ചർച്ചയായിട്ട് ഉയർന്ന് വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം അന്ന് ASP ആയിട്ട് ചുമതല ഏറ്റെടുത്തയാൾ അദ്ദേഹം അന്ന് പറഞ്ഞത് ഇതൊരു വെടിവെപ്പ് പരിശീലനമാണ് എന്ന് പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ജയരാജൻ, MP ജയരാജൻ അതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം നൽകിയ വിശദീകരണങ്ങളിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്ന് ASPയുടെ ചുമതല ഉണ്ടായിരുന്ന റവാഡ ചന്ദ്രശേഖരൻ തങ്ങളോട് വന്ന് തിരക്കിയിരുന്നു. അദ്ദേഹത്തോട് അന്ന് പറഞ്ഞു, ഞങ്ങൾ കരിങ്കൊടി കാണിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സംഘർഷം. ആദ്യം ലാത്തി ചാർജ് ഉണ്ടാകുന്നു, പിന്നീട് അത് വെടിവെപ്പിലേക്ക് പോകുന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു എന്ന് ജയരാജൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. P ജയരാജനും അതുപോലെ തന്നെ ഈ MP ജയരാജനും എല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ റവാഡ ചന്ദ്രശേഖരന്റെ പേരെടുത്ത് പറയുന്നില്ല. ASP എന്ന പദവിയെക്കുറിച്ചാണ് അദ്ദേഹം ഈ നിയമസഭാ രേഖയിൽ പറയുന്നത്. ASP അന്ന് പറഞ്ഞത് ഇത് ഞങ്ങൾക്കൊരു പരിശീലനമാണ് എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ന വാചകം പിണറായി വിജയൻ നിയമസഭയിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഇത് അദ്ദേഹത്തെ നിയമനത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കും എന്ന് കരുതാൻ കഴിയുന്നില്ല. പക്ഷേ അതൊരു രാഷ്ട്രീയ ചർച്ചയായിട്ട്, നിയമനത്തെ സ്വാധീനിക്കില്ല, രാഷ്ട്രീയ ചർച്ചയാവും, രാഷ്ട്രീയ ആയുധവുമാവും. MP ജയരാജൻ അടക്കം റവാഡ ചന്ദ്രശേഖരനെ ഈ നിയമനത്തിന് പിന്നാലെ തന്നെ ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി ഉയർന്നപ്പോൾ റവാഡ ചന്ദ്രശേഖരനെയും സർക്കാരിന്റെ നിയമനത്തെയും ന്യായീകരിച്ചുകൊണ്ട് ഒരു പക്ഷേ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് റവാഡ ചന്ദ്രശേഖരന് നൽകിക്കൊണ്ട് ജയരാജൻ അടക്കം നേരത്തെ ഒരു പ്രസ്താവന നടത്തിയിരുന്നതാണ്. സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗം വരുമ്പോൾ അത് CPM നേതൃത്വത്തെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? പുതിയൊരു വിശദീകരണത്തിലേക്ക് കടക്കേണ്ടി വരുമോ ജയരാജൻ അടക്കം? സ്വാഭാവികമായിട്ടും വരുന്ന സമയങ്ങളിൽ, ഇപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പ്രതികരണം ഉണ്ടാകും. കാരണം ആ സമരത്തിന് നേതൃത്വം നൽകിയ അന്നത്തെ നേതാക്കളാണ് MP ജയരാജനും P ജയരാജനും എല്ലാം. യൂത്ത് പറമ്പിൽ നടന്ന ആ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട
സമര നേതാക്കളായിരുന്നു ഇവരെല്ലാം. അതിനകത്തൊരു വിശദീകരണം ഇപ്പോൾ ഈ നിയമസഭാ പ്രസംഗം കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ, മുഖ്യമന്ത്രിയുടേത് ആയിട്ടുള്ള നിയമസഭാ പ്രസംഗം കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും അവർക്കൊരു വിശദീകരണം നൽകേണ്ടി വരും. പക്ഷേ ആ നിയമനത്തെ ഏതെങ്കിലും തരത്തിൽ അത് സ്വാധീനിക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. CPM നേതൃത്വം അതിനെ പിന്തുണച്ചുകൊണ്ട് ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അന്നുള്ള സംഭവത്തിൽ ഹക്കീം ബത്തേരി, അന്ന് DYSP ആയിരുന്ന അദ്ദേഹമാണ് അതിന് നേതൃത്വം നൽകിയ, അദ്ദേഹമാണ് നിർദ്ദേശം നൽകിയത് എന്ന വാദങ്ങളെല്ലാം CPM നേതൃത്വം ഇതിനോടകം തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. അതിൽ ഊന്നിയിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കും വരും സമയങ്ങളിൽ നൽകാൻ പോകുന്നത്. അതേസമയം തന്നെ പിണറായി വിജയൻ നിയമസഭയിൽ അന്ന് നടത്തിയ പ്രസംഗം, അതിനകത്ത് കൃത്യമായി തന്നെ ASP പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതൊരു വെടിവെപ്പ് പരിശീലനമാണ് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാചകം, അത് കൃത്യമായി തന്നെ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് അത് പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് അവർ ന്യായീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് വരും സമയങ്ങളിൽ നമ്മൾ നോക്കി കാണേണ്ട കാര്യമാണ്.